2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളിൽ കൂടുതൽ നേടി കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് തിരികെ എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഒരുപോലെ പ്രകടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നൊരുക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസിനെയും UDFനെയും സംബന്ധിച്ച് ഈ സ്വപ്നം അല്ലെങ്കിൽ 100 സീറ്റ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരു കാലത്ത് അവരുടെ കുത്തകകളായിരുന്ന എന്നാൽ കഴിഞ്ഞ ഏതാനും തെരഞ്ഞെടുപ്പുകളായി അവർ തുടർച്ചയായി പരാജയപ്പെടുന്ന പല മണ്ഡലങ്ങളും തിരികെ പിടിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസ് തിരികെ പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ആദ്യ സീറ്റെന്ന് പറയുന്നത് ചെങ്ങന്നൂർ നിയോജക മണ്ഡലമാണ്. ചെങ്ങന്നൂർ ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെങ്കിൽ അതിർത്തി പങ്കിടുന്ന പത്തനംതിട്ട ജില്ലയുടെ രാഷ്ട്രീയ സ്വഭാവമാണ് പലപ്പോഴും ചെങ്ങന്നൂർ പ്രകടിപ്പിക്കാറുള്ളത്. നിലവിൽ ചെങ്ങന്നൂരിൻ്റെ MLA എന്ന് പറയുന്നത് രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ഫിഷറീസ് മന്ത്രി കൂടിയായ വിവാദ നായകൻ സജി ചെറിയാനാണ്. നമുക്കറിയാം 1991 മുതൽ 2016 വരെയുള്ള കാൽ നൂറ്റാണ്ട് കാലം അല്ലെങ്കിൽ 25 വർഷക്കാലം തുടർച്ചയായി ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ചു വന്നിരുന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. 91 മുതൽ 2005 വരെ 14 വർഷക്കാലം ചെങ്ങന്നൂരിൻ്റെ MLA ആയിരുന്നത് കരുണാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്ന കോൺഗ്രസിൻ്റെ കരുത്തയായ വനിതാ നേതാവ് ശോഭന ജോർജ് ആയിരുന്നു. ഇന്നിപ്പോൾ ശോഭന ജോർജ് CPMനോട് ചേർന്ന് നിന്നാണ് തൻ്റെ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നത്. 2006 ശോഭനയ്ക്ക് പകരക്കാരനായി ഉമ്മൻചാണ്ടി തൻ്റെ വിശ്വസ്തനായിരുന്ന യുവനേതാവ് KSUവിൻ്റെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന PC വിഷ്ണുനാഥിനെയാണ് മത്സരരംഗത്ത് ഇറക്കിയത്. 2006 2011 മണ്ഡലം നിലനിർത്തുവാൻ വിഷ്ണുനാഥിന് സാധിച്ചു. എന്നാൽ 2016 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതു തരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ CPMൻ്റെ ജനകീയ നേതാവായ KK രാമചന്ദ്രൻ നായരോട് PC വിഷ്ണുനാഥ് പരാജയപ്പെടുകയായിരുന്നു. 2018 KK രാമചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സജി ചെറിയാൻ CPMൻ്റെ സ്ഥാനാർത്ഥിയാകുകയും കോൺഗ്രസ് നേതാവ് D വിജയകുമാറിനെ 8000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തുകയുമായിരുന്നു. പിന്നീട് 2021 പൊതു തെരഞ്ഞെടുപ്പായപ്പോഴേക്കും സജി ചെറിയാൻ്റെ ഭൂരിപക്ഷത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 8000-ൽ നിന്ന് 4 മടങ്ങായി തൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് 32,000 വോട്ടുകൾക്കാണ് കോൺഗ്രസ് നേതാവായിരുന്ന M മുരളിയെ സജി ചെറിയാൻ 2021 പരാജയപ്പെടുത്തിയത്. ഈ മഹാവിജയത്തിൻ്റെ ആനുകൂല്യത്തിൽ കൂടിയായിരുന്നു 2021 രൂപീകൃതമായ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ സജി ചെറിയാന് അംഗത്വം ലഭിച്ചതും. സജി ചെറിയാനെ പോലൊരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന അഭിപ്രായ പ്രകടനം കോൺഗ്രസിനുള്ളിൽ ശക്തമാകുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ചെങ്ങന്നൂർ സീറ്റുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വന്ന പല ഘട്ടത്തിലും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു കേട്ടിരുന്ന പേര് യൂത്ത് കോൺഗ്രസിൻ്റെ ജനകീയനായ നേതാവ് അബിൻ വർക്കിയുടേതായിരുന്നു. എന്നാൽ ചെങ്ങന്നൂർ പോലൊരു സീറ്റിൽ നിന്ന് മത്സരിച്ച് റിസ്ക് എടുക്കുവാൻ താൻ തയ്യാറല്ല എന്ന സന്ദേശം അബിൻ വർക്കി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ടെന്നാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തൻ്റെ വിശ്വസ്തനായ അബിൻ വർക്കിക്ക് താരതമ്യേന സുരക്ഷിതമായ ഒരു മണ്ഡലം നൽകണമെന്ന അപേക്ഷ രമേശ് ചെന്നിത്തലയും നേതൃതലത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അബിൻ വർക്കിയുടെ നോട്ടം ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിലേക്കാണ്. നിലവിൽ ആറന്മുളയുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത് പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി കൂടിയായ വനിതാ നേതാവ് വീണ ജോർജാണ്. പത്തനംതിട്ടയിലെ പാർട്ടിക്കുള്ളിൽ നിന്ന് വീണ ജോർജിനെതിരെ ശക്തമായ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളതും വീണ ജോർജിൻ്റെ പ്രതിച്ഛായയ്ക്ക് സംസ്ഥാന തലത്ത് തന്നെ വലിയ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ചെങ്ങന്നൂരിനേക്കാൾ ആറന്മുളയിൽ മത്സരിപ്പിക്കുവാനുള്ളൊരു താല്പര്യം അബിൻ വർക്കിയിൽ ജനിപ്പിച്ചിട്ടുള്ളത്. ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ ആറന്മുളയിൽ തൻ്റെ വിജയം ഉറപ്പിക്കുമെന്ന ആത്മവിശ്വാസവും അബിൻ വർക്കി ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനാൽ തന്നെ അബിൻ വർക്കിയുടെ അഭാവത്തിൽ ചെങ്ങന്നൂരിൽ ആര് മത്സരിക്കണമെന്ന ചർച്ച ഉയർന്നു വരുമ്പോൾ പ്രാദേശിക തലത്തിൽ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്ന പേര് ജ്യോതി വിജയകുമാറിൻ്റേതായിരുന്നു. ജ്യോതി വിജയകുമാർ എന്ന കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് കേരളത്തിന് സുപരിചിതയായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പ്രസംഗങ്ങളുടെ വേദിയിലെ സ്ഥിരം പരിഭാഷക എന്ന നിലയിലാണ്. 2018 സജി ചെറിയാനോട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാവ് D വിജയകുമാറിൻ്റെ മകൾ കൂടിയാണ് ജ്യോതി വിജയകുമാർ. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ജ്യോതി വിജയകുമാറിനെ പോലൊരു സ്ഥാനാർത്ഥിക്ക് സജി ചെറിയാനെ മലർത്തിയടിക്കുവാൻ സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃതലത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരു സെലിബ്രിറ്റി വനിതാ സ്ഥാനാർത്ഥിയെ ഈ മണ്ഡലത്തിൽ അവതരിപ്പിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ അവർ മനസ്സിൽ കാണുന്നത് ഉമ്മൻചാണ്ടിയുടെ പ്രിയപുത്രിയായ അച്ചു ഉമ്മൻ്റെ പേരാണ്. എന്നാൽ പരസ്യമായി തന്നെ പലവട്ടം അച്ചു ഉമ്മൻ താൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അച്ചു ഉമ്മൻ്റെ രാഷ്ട്രീയ പ്രവേശത്തെ അച്ചുവിൻ്റെ സഹോദരൻ കൂടിയായ പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ പല ഘട്ടത്തിലും തുറന്ന് എതിർത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 2 മക്കൾ ഒരേ സമയം നിയമസഭയിലേക്ക് മത്സരിച്ചാൽ അത് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുമെന്ന നിലപാടാണ് ചാണ്ടി ഉമ്മനുള്ളത്.
എന്നാൽ അച്ചൂമ്മൻ്റെ ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വം മക്കൾ രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുകയില്ല എന്ന് ചാണ്ടി ഉമ്മനെ ബോധ്യപ്പെടുത്തുവാനുള്ള കഠിന ശ്രമങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാകുന്നത് ചാണ്ടിയുടെ ഈ വിഷയത്തിലുള്ള ഉറച്ച നിലപാടാണ്. ഉമ്മൻചാണ്ടിയുടെ 2 മക്കൾ ഒരേ സമയം തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ ഉമ്മൻചാണ്ടി എല്ലാ കാലഘട്ടത്തിലും എതിർത്തിരുന്ന മക്കൾ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി തങ്ങൾ മാറുമെന്ന ആശങ്ക ചാണ്ടി ഉമ്മൻ മുതിർന്ന നേതാക്കളായ AK ആൻ്റണിയുമായും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായും പങ്കുവച്ചിട്ടുണ്ട്. അച്ചു സ്ഥാനാർത്ഥിയായാൽ പുതുപ്പള്ളിയിൽ നിന്ന് താൻ മാറി നിൽക്കും എന്ന നിലപാട് പോലും ചാണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ചാണ്ടിയെ ഏതെങ്കിലും വിധേന അനുനയിപ്പിക്കുകയും അച്ചുവിൻ്റെ സ്ഥാനാർത്ഥിത്വം ചെങ്ങന്നൂർ പോലൊരു മണ്ഡലം തിരികെ പിടിക്കുവാൻ അനിവാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുവാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തിവരുന്നത്. ചാണ്ടി ഉമ്മൻ്റെ മനംമാറ്റം ഉണ്ടായാൽ അച്ചുവും മത്സരരംഗത്തേക്ക് കടന്നു വരുവാൻ തയ്യാറാകുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നതിനുപരിയായി യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് അച്ചു ഉമ്മൻ. സോഷ്യൽ മീഡിയയിൽ ഒരു പരിധിവരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസും അച്ചു ഉമ്മനുണ്ട്. സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടില്ല എങ്കിൽ കൂടിയും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും ഷാഫി വടകരയിൽ മത്സരിച്ചപ്പോഴുമെല്ലാം കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ഹൃദയം കരുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അച്ചു ഉമ്മൻ്റേത്. അച്ചു ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വം ചെങ്ങന്നൂരിൽ സാമുദായിക സമവാക്യങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ തങ്ങൾക്ക് അനുകൂലമാക്കുമെന്ന വിലയിരുത്തലും കോൺഗ്രസ് ക്യാമ്പിൽ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി വികാരം ആളിക്കത്തിക്കുവാനും അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങളുടെ വോട്ട് ധാരാളമായി നേടിയെടുക്കുവാനും അച്ചുവിൻ്റെ സ്ഥാനാർത്ഥിത്വം വഴി സാധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയായി വന്നാൽ ചെങ്ങന്നൂരിൻ്റെ ചരിത്ര ഭൂരിപക്ഷം നേടിക്കൊണ്ട് സജി ചെറിയാനെ പോലെ കരുത്തനായ ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തുവാൻ തങ്ങൾക്ക് സാധിക്കും എന്ന കൃത്യമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ചുവിനു വേണ്ടി കോൺഗ്രസ് നേതൃതലത്തിൽ നിന്ന് തന്നെ ഇപ്പോൾ മുറവിളി ഉയർന്നു വരുന്നത്. അച്ചു ഉമ്മൻ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായാൽ അതിൻ്റെ അലയൊലികൾ ആലപ്പുഴയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും തങ്ങൾക്ക് ഗുണകരമാകും എന്ന വിലയിരുത്തലും കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അച്ചുവിൻ്റെ സ്ഥാനാർത്ഥിത്വം വഴി ചെങ്ങന്നൂർ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലെ നിരവധി സീറ്റുകൾ തിരികെ പിടിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമോ, ആ നീക്കത്തിന് ചാണ്ടി ഉമ്മൻ്റെ പിന്തുണ കിട്ടുമോ എന്നെല്ലാം അറിയാൻ നാം കുറേ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു കാര്യം ഉറപ്പായും പറയാൻ സാധിക്കും. എന്നും വിവാദ നായകനായിരിക്കുന്ന മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തിക്കൊണ്ട് തീവ്ര വർഗീയ ധ്രുവീകരണത്തിന് കളമൊരുക്കുന്ന പിണറായിയുടെ ഉപാധിയായ സജി ചെറിയാനെ പരാജയപ്പെടുത്തുവാനും അച്ചു ഉമ്മൻ്റെ സ്ഥാനാർത്ഥിത്വം UDFനെയും കോൺഗ്രസിനെയും സഹായിക്കും എന്നുള്ളതാണത്. കോൺഗ്രസിനെ സംബന്ധിച്ച് അച്ചുവിനെ പോലുള്ള കൂടുതൽ വനിതാ നേതാക്കളെ രംഗത്ത് കൊണ്ടുവരേണ്ടത് മറ്റൊരു അനിവാര്യത കൂടിയാണ്. അതായത് 2029 നടക്കാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2031 കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറെക്കുറെ വനിതാ സംവരണം നിയമമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ സംഭവിച്ചാൽ 33% സീറ്റുകളിൽ വനിതാ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധിതരാകും. അങ്ങനെ സംഭവിക്കുമ്പോൾ കൂടുതൽ വനിതകളെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുവാനും അവരെ നേതൃതലങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും അച്ചുവിനെ പോലെ ജെൻസി പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് സാധിക്കും എന്ന വിലയിരുത്തൽ കൂടി അച്ചുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി 2026 മുറവിളിക്ക് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2ാം പിണറായി മന്ത്രിസഭയിൽ വീണ്ടും മത്സരത്തിനിറങ്ങുന്ന പരമാവധി മന്ത്രിമാരെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് സജി ചെറിയാൻ്റെ വിക്കറ്റ് വീഴ്ത്തുവാൻ ഏറ്റവും അനുയോജ്യയായ സ്ഥാനാർത്ഥി അച്ചു ഉമ്മനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അച്ചു ഉമ്മൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃതലത്തിൽ ഒരു ഗ്രൂപ്പ് ഭിന്നതയോ അഭിപ്രായ ഭിന്നതയോ നിലനിൽക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായ മറിയാമ്മ ഉമ്മനെ കൂടി ഇടപെടുത്തിക്കൊണ്ട് 2 മക്കളെയും ഒരുപോലെ മത്സരരംഗത്ത് നിലനിർത്തുവാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നീക്കങ്ങൾ വിജയം കാണുമോ എന്നതറിയുവാൻ നാം അല്പദിവസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അതുവരെ ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.